തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. അങ്ങ് തലസ്ഥാനത്ത് നിന്ന് ആദിൽ പാലോട് ചേരുന്നുണ്ട്. ആദിൽ, ഹലോ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അതിൽ KSRTC സ്റ്റാൻഡിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടെ ചില ഷോപ്പുകളുടെ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് ഈ KSRTC ശമ്പള പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് TDF പ്രഖ്യാപിച്ച പണിമുടക്ക് അത് ആരംഭിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സർവീസുകളെ ബാധിച്ചിട്ടുണ്ടോ? അതിൽ ബസ്സുകൾ തടഞ്ഞെന്ന വിവരം വരുന്നുണ്ടല്ലോ. യാത്രക്കാർക്കൊക്കെ അറിയാമോ ഒന്നിങ്ങനെ ഒരു പണിമുടക്കുണ്ട് എന്ന കാര്യമൊക്കെ? തിരുവനന്തപുരത്തെ പാപ്പനംകോട്, പാലക്കാട് ഡിപ്പോകളിൽ TDFിൻ്റെ പ്രവർത്തകർ ബസ്സുകൾ തടഞ്ഞിരുന്നു. പല ഡിപ്പോകളിലും ബസ്സുകൾ തടയുന്നുണ്ട്. TDFിൻ്റെ പ്രവർത്തകരാകെ പണിമുടക്കിലുമാണ്. ശമ്പള കൃത്യമായി നൽകണമെന്നതടക്കമുള്ള 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത്. ഞാനിപ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണുള്ളത്. നമുക്കിവിടെ കാണാനാകും. ഇവിടെ പക്ഷേ ഇതുവരെ സർവീസുകൾ മുടങ്ങിയിട്ടില്ല. സർവീസുകൾ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എൻ്റെ കൂടെ കുറച്ച് TDFിൻ്റെ പ്രവർത്തകരുണ്ട്. ഇപ്പോൾ ഡയസ് നോൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. ഏത് വിധേനയും സമരം ഒഴിവാക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നിൽ വയ്ക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത്? KSRTCയിലെ ശമ്പളം പോലും കൃത്യമായി വിതരണം ചെയ്യാത്ത ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുകയും KSRTC സംരക്ഷിക്കുന്നതിന് വേണ്ടി വായ്പ എടുക്കുകയും അതുപോലെ കൺസോർഷ്യം ഉണ്ടാക്കുകയും KSRTCക്ക് വണ്ടി വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഡയസ് നോണിൽ വീഴുമോ സമരം? ഡയസ് നോൺ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. തൊഴിലാളികൾക്ക് ശമ്പളം, ജോലി ചെയ്തതിൻ്റെ ശമ്പളം കിട്ടാത്ത ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഡയസ് നോൺ ഒരു പ്രശ്നമല്ല. ശമ്പളത്തിന് വേണ്ടിയാണ്. ഇത്ര സർവീസുകളെയൊക്കെ ബാധിക്കുമെന്നാണ് കരുതുന്നത്? കേരളത്തിലെ എല്ലാ സർവീസുകളെയും ബാധിക്കത്തക്ക രീതിയിലാണ് ഞങ്ങൾ പണിമുടക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ കോടതിയെപ്പോലും കബളിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് പുറംവാതിൽ നിയമനം നടത്തിയ ബദലികളെ കൊണ്ടാണ് ഇതിനകത്ത് മാനേജ്മെൻറ്റും ഇവിടുത്തെ CITക്കാരും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു 30% സർവീസുകൾ മുടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതിയായ മെഡിക്കൽ കാരണങ്ങളില്ലാതെ ഇന്ന് അവധിയെടുക്കുന്നവർക്കെതിരെ നടപടി വന്നേക്കും. അവരുടെ ശമ്പളത്തിൽ നിന്ന് പണം പിടിച്ചേക്കും. പക്ഷേ അതൊന്നും കാര്യമില്ല എന്നുള്ളതാണ്. അതിലൊന്നും ഒതുങ്ങുന്നതല്ല സമരം എന്നാണ് TDFിൻ്റെ പ്രവർത്തകർ പറയുന്നത്. ആ രൂപത്തിലുള്ള സമരം പുരോഗമിക്കുകയാണ്. പലയിടത്തും ബസ്സുകൾ തടയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ പാപ്പനംകോട് ഡിപ്പോ പ്രധാനപ്പെട്ട ഒരു ഡിപ്പോയാണ്. അവിടെ ഇന്നലെ 12 മണി മുതൽ തന്നെ അർദ്ധരാത്രി 12 മണി മുതൽ ഇന്ന് അർദ്ധരാത്രി 12 മണി വരെയാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പലയിടത്തും ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ പ്രവർത്തകർ ഈ വിധത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പലയിടത്തും ബസ്സുകൾ തടയുന്നുണ്ട്. പക്ഷേ ഇതുവരെ കാര്യമായൊരു സർവീസുകൾ മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. പലയിടത്തും ഈ പറഞ്ഞതുപോലെ ബദലുകൾ എന്ന നിലയിൽ ബദൽ സംവിധാനങ്ങൾ മാനേജ്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. TDFുമായി ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം KSRTC CMD. പക്ഷേ ചർച്ച വിജയിച്ചിരുന്നില്ല. പ്രധാനമായും 5-ാം തീയതിക്ക് മുൻപ് ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ആ യോഗത്തിലെ തീരുമാനം നടപ്പായില്ല എന്നതാണ് ഇവരുടെ ആക്ഷേപം. അതാണ് പ്രധാനപ്പെട്ട സമരത്തിൽ പങ്കെടുത്താൽ ആ ദിവസത്തെ പണം ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ശമ്പളം എവിടെയെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ മറ്റു വാർത്തകൾ എന്തൊക്കെയാണ് അതിൽ? പ്രത്യേകിച്ച് ബാലരാമപുരം, കഠിനംകുളം കേസുകളൊക്കെ എന്തായി? അത് രണ്ടിലും ഇന്ന് അപ്ഡേറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ബാലരാമപുരം കേസിൽ കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു പോലീസ്. അത് ഇന്ന് കിട്ടിയാൽ ഹരികുമാർ, അതായത് ഈ മരിച്ച 2.5 വയസ്സുകാരി ശ്രീധുവിൻ്റെ അമ്മാവൻ ഹരികുമാറിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ കിട്ടും. പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയാൽ വിശദമായ ചോദ്യം ചെയ്യലിനൊരുങ്ങുകയാണ് പോലീസ്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പോലീസിനുള്ളിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല വിശദമായ തെളിവെടുപ്പിനുള്ള സാധ്യതയുമുണ്ട്. ഇതുവരെ എന്താണ് കൊലപാതകത്തിന് കാരണമെന്നതിൽ പോലീസിന് തന്നെ ഒരു വ്യക്തതയില്ല. അതിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ ചുരുളഴിക്കാനാകും എന്നതാണ് ബാലരാമപുരം കേസിലെ പ്രതീക്ഷ. കഠിനംകുളത്തെ പ്രതിയുമായി ഇന്ന് ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലും കൃത്യം നടന്ന വീട്ടിലും തെളിവെടുക്കുന്നുണ്ട്. അങ്ങനെ 2 ക്രൈമുകളുടെ ഫോളോ അപ്പുകൾ വരാനുള്ള സാധ്യതയാണ് ഇന്നത്തെ ദിവസത്തിലുള്ളത്. ഓക്കെ, അതിൽ ഈ ക്രൈമുകളെ കുറിച്ചൊക്കെ പറഞ്ഞു നിർത്തുന്നതിൽ വിഷമമുണ്ട്. അതിൽ ഈ KSRTC സ്റ്റാൻഡിന്റെ പരിസരത്താണ് നിൽക്കുന്നത് മനസ്സിലാവൂ. അവിടെ എങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടോ? ശരിക്കും യാത്രക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? സമരം അറിയാത്തവർ, യാത്ര ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടോ അവിടെ? ഇവിടെ ആളുകളുണ്ട്. പക്ഷേ ഇവിടെ ഈ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് പലർക്കും അറിയാം. മാത്രമല്ല തിരുവനന്തപുരത്തെ ഞാൻ പറഞ്ഞതുപോലെ സെൻട്രൽ
ഡിപ്പോയിൽ ഇവിടുത്തെ സെൻട്രൽ ബസ് സ്റ്റാൻഡിൽ ഇതുവരെ സർവീസ് ഒന്നും മുടങ്ങിയിട്ടില്ല എന്നതുകൊണ്ട് നിലവിൽ അവിടെ എന്തായാലും ആളുകളെ കാണുന്നുണ്ട് അതിൽ. അപ്പോൾ എന്തായാലും അവർ തുടരട്ടെ. ഒരുപാട് പേര് ഇരിക്കുന്നു, ഒരുപാട് പേര് ഇതാ ബാഗൊക്കെ കയ്യിൽ പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണാം നമുക്ക്.